ജമ്മു കാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം. ജമ്മുവിൽ സുരക്ഷാ സേന പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജമ്മു കുപ്വാര അഖ്നൂർ മേഖലകളിൽ അപായ മുന്നറിയിപ്പുമായി സൈറൺ മുഴങ്ങി. കുപ്വാരയിൽ സ്ഫോടന ശബ്ദവും കേട്ടു. ലിജോയാണുള്ളത്. ലിജോ, ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷമുള്ള കനത്ത തിരിച്ചടിയിലും ഇന്ത്യ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയായിരുന്നു പെരുമാറിയത്. സ്വന്തം രാജ്യത്തോടായാലും അന്താരാഷ്ട്ര സമൂഹത്തോടായാലും. പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ ഒരു സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചില്ല, ഒപ്പം തന്നെ ഒരു സിവിലിയന്മാർക്കും പരിക്കേറ്റുമില്ല ഇന്ത്യയുടെ തിരിച്ചടിയിൽ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും പാലിക്കാത്ത ഒരു രാജ്യമാവുകയാണ് വീണ്ടും പാകിസ്ഥാൻ. ഇപ്പോൾ ഇന്നത്തെ ഈ രാത്രി നടക്കുന്ന ഈ ആക്രമണം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണം, അതിൽ സിവിലിയന്മാരെ കൂടി അല്ലെങ്കിൽ സൈനിക കേന്ദ്രമെന്നോ മനുഷ്യ ജനവാസ മേഖലകൾ, സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെയാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ജമ്മുവിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും എയർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ സജ്ജമായി എന്നുള്ള വാർത്തകൾ വരുന്നു. യുദ്ധവിമാനങ്ങൾ ജമ്മുവിൽ നിന്ന് പറന്നു വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ തരത്തിൽ വളരെ ശക്തമായൊരു പ്രതിരോധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായ തിരിച്ചടിയിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 4 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ഗുജറാത്തിലും രാജസ്ഥാനിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും അവിടെ നിന്ന് ജമ്മുവിലേക്കും അങ്ങനെ പാകിസ്ഥാന്റെ അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനമുണ്ട്. ആ മേഖലകളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിയാനയിലും, അതായത് പഞ്ചാബിൽ നിന്ന് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമായ ഹരിയാനയിലും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഞ്ചാബിൽ കൺട്രോൾ റൂം തുറന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. രാജസ്ഥാനിലും ജമ്മുവിന്റെ പല മേഖലകളിലും ഷെല്ലാക്രമണം രൂക്ഷമാകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വളരെ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് രാത്രി കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാന്റെ മിസൈലും അതോടൊപ്പം തന്നെ റോക്കറ്റുകളും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനുശേഷം ഷെല്ലാക്രമണം കടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിനെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 8 മിസൈലുകൾ പൂർണ്ണമായും തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ 3 യുദ്ധവിമാനങ്ങൾ F-16, JF-17 വിമാനങ്ങൾ ഇപ്പോൾ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണത്തിന് കനത്ത തിരിച്ചടി പൂഞ്ചിൽ ഇപ്പോൾ പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നു സേന എന്നുള്ളതാണ്. സുസജ്ജമായി ഇന്നിപ്പോൾ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പറന്നു വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് ഇതുവരെ ഈ രാത്രിയിൽ ഇതുവരെ ഒരു പ്രതിരോധമെന്ന നിലയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള ശക്തമായ ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ഒരു തിരിച്ചടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഒരു മാല കണക്കെ മിസൈലുകൾ ഇന്ത്യയിലേക്ക് തൊടുത്തുവിടുകയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻ ചെയ്തത്. സന്ധ്യ മയങ്ങുന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കം ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതോടൊപ്പം തന്നെ 50-ലധികം ഡ്രോണുകൾ വിവിധ മേഖലകളിലേക്കായി ഇന്നിപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞയക്കുന്നു. അത് പൂർണ്ണമായും തകർത്ത് എറിയുന്ന തരത്തിലേക്ക്, അത് ആകാശത്ത് നിന്ന് തന്നെ തകർക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന കാഴ്ച ഇന്ന് കണ്ടു. അതിനുശേഷം ഇനിയിപ്പോൾ സംഭവിക്കുന്നത് ഒരു തിരിച്ചടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നു വരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു കാരണവശാലും ഈ ഒരു തിരിച്ചടിയിലേക്ക് പോകാതെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രകോപനത്തിന് മറുപടി നൽകാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ പത്താൻകോട്ടിലും ആക്രമണം ഉണ്ടായെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പൂഞ്ച് സെക്ടറിൽ ആക്രമണം നിലനിൽക്കുന്നു. അങ്ങനെ പല മേഖലകളിലേക്കും ആക്രമണം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 സംസ്ഥാനങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായും അവരുടെ അവധി പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം ഇപ്പോൾ അതായത് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടന്ന IPL ക്രിക്കറ്റ് നിർത്തിവെച്ചിരിക്കുന്നു. അവിടെയുള്ള ആളുകളോട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ തരത്തിൽ എല്ലാ തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഇപ്പോൾ ഇന്ത്യ എടുക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തോളം ശക്തമായൊരു
ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുകയും അതിനെ തകർക്കുകയും ചെയ്യുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ഈ അതിർത്തി പങ്കിടുന്ന ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ജനങ്ങളോട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു രാത്രിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഷെല്ലാക്രമണമാണ്. ഒരേ സമയം യുദ്ധവിമാനങ്ങൾ അയക്കുന്ന സമയത്ത് തന്നെ ഷെല്ലാക്രമണം കടുപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. അത് രാജസ്ഥാനിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ജമ്മുവിന്റെ വിവിധ മേഖലകളിൽ, കശ്മീരിന്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് പൂഞ്ച് സെക്ടറിൽ അടക്കം വലിയ തരത്തിലുള്ള ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. അത് സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം എന്ന നിലക്കാണ് അത് അവർ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഷെല്ലാക്രമണം സാധാരണക്കാർക്ക് നേരെയാണെങ്കിൽ ഇപ്പോൾ മിസൈലും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും അവർ തൊടുക്കുന്നത് അത് പ്രധാനമായും കശ്മീരിലെയും അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിലുമുള്ള സൈനിക താവളങ്ങൾക്ക് നേരെയാണ്, അതോടൊപ്പം തന്നെ ദേശീയപാതയ്ക്ക് നേരെയാണ്. ആ തരത്തിൽ പൂർണ്ണമായ ഒരു തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു മിസൈൽ ആക്രമണവും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളുടെ ആക്രമണവുമായിരുന്നു ഇന്ന് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. അത് പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിലും അത് ഇനിയും തുടരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് പൂർണ്ണമായും ഇന്ന് രാത്രിയിൽ 9 മണി മുതൽ രാവിലെ 4 മണി വരെ പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഔട്ട്, വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് ഇരുട്ടിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിർത്തി ഗ്രാമങ്ങൾ ഇരുട്ടിലാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളുമായി പാകിസ്ഥാൻ വരാൻ സാധ്യത കൂടുതലാണ്. അതിനെ ശക്തമായി നേരിടാൻ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. S-400 അതോടൊപ്പം തന്നെ ആകാശ് എന്നീ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ മിസൈൽ തകർക്കാൻ, അതിനെ ആകാശത്ത് വെച്ച് തകർക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് ഇനിയും നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിരോധ കോട്ട എന്ന നിലയ്ക്ക് പ്രതിരോധ ടോം അത് കൃത്യമായി പ്രവർത്തനം പല സ്ഥലങ്ങളിലും ആയിക്കഴിഞ്ഞു. പ്രതിരോധ സംവിധാനം പൂർണ്ണമായ സജ്ജമാണ് എന്നുള്ള കാര്യം സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാജസ്ഥാനിലും മറ്റും ഇപ്പോൾ മുഖ്യമന്ത്രിമാർ യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പാകിസ്ഥാന്റെ പ്രകോപനം സംബന്ധിച്ച് അതിർത്തി മേഖലകളിൽ ഉള്ള സംവിധാനം അല്ലെങ്കിൽ അതിർത്തി മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുന്നതിന് വേണ്ടി രാജസ്ഥാൻ മുഖ്യമന്ത്രി പ്രത്യേകം അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ഒരു വളരെ എമർജൻസി എന്ന നിലയിലേക്ക് അടിയന്തരാവസ്ഥ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. രാജ്യത്ത് വലിയ തരത്തിൽ അങ്ങനെ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഇന്ത്യയുടെ സുദർശന കവചം എന്ന നിലക്ക് പൂർണ്ണമായും പാകിസ്ഥാനെ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. യുദ്ധവിമാനങ്ങൾ തകർക്കുന്നു, മിസൈലുകൾ തകർക്കുന്നു, ഡ്രോണുകൾ തകർക്കുന്നു. അങ്ങനെ പൂർണ്ണമായും ഒരു രക്ഷാ കവചത്തിൽ ഈ ആയുധങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലേക്ക് ഇന്ത്യക്ക് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അത്യാധുനികത തുടരുക. രുജീഷ് വി രവീന്ദ്രൻ കൂടിയുണ്ട്. രുജീഷ്, ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞു പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന ധർമ്മശാലയിൽ IPL മത്സരം നിർത്തിവെച്ചെന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് രുജീഷ്? ഇത് തന്നെയാണ് അരുണ്യ, വളരെ നിർണായകമായ ഒരു നിമിഷം. കാരണം ധർമ്മശാലയിൽ ഇന്ന് IPL മത്സരം നടക്കുമ്പോൾ തന്നെ വലിയ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ധർമ്മശാലയിലെ മത്സരം മാറ്റിവെക്കണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. പക്ഷെ അതിനുശേഷവും ഇന്നത്തെ മത്സരം നടക്കുമ്പോൾ മഴ പെയ്തത് കാരണമായിരുന്നു ആദ്യഘട്ടത്തിൽ മത്സരം മാറ്റിവെച്ചിരുന്നത്. പിന്നാലെ ഈ യുദ്ധസമാനമായ ഒരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഫ്ലഡ് ലൈറ്റുകൾ ഓഫാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കാണികളെയും പുറത്തേക്ക് മാറ്റുകയും തുടർന്ന് മത്സരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ധർമ്മശാല നമുക്കറിയാം, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ വിമാനത്താവളം 10-ാം തീയതി വരെ ഈ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ തന്നെ വിമാനത്താവളം അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് താരങ്ങളൊക്കെ തിരിച്ചു പോകുന്നത്, ഈ കാണികൾ തിരിച്ചു പോകുന്നതൊക്കെ വിമാനത്താവളം വഴി സാധിക്കില്ല എന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ആശങ്കയ്ക്കിടെയായിരുന്നു ഇന്ന് മത്സരം പോലും നടക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും മത്സരം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് BCCI തീരുമാനിക്കായിരുന്നു. എന്തായാലും IPL മത്സരം പൂർണ്ണമായി തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മത്സരം കാണാനായി എത്തിയ കാണികളെ മുഴുവൻ സ്റ്റേഡിയത്തിൽ നിന്ന് മാറ്റി. പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഫ്ലഡ് ലൈറ്റ് ഓഫാകുകയായിരുന്നു. ഉടൻ തന്നെ വലിയൊരു ആശങ്ക, നേരത്തെ മഴ പെയ്തത് കാരണമായിരുന്നു അത് എന്നായിരുന്നു ആദ്യത്തെ ആശങ്ക. എന്തായാലും പിന്നീട് ആ ഫ്ലഡ് ലൈറ്റ് ശരിയാക്കി വീണ്ടും മത്സരം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതൊരു ബ്ലാക്ക് ഔട്ടിന്റെ ഭാഗമായിട്ടാണോ ഈ ഫ്ലഡ് ലൈറ്റുകൾ ഓഫായത് എന്നത് കൂടിയാണ് ഇപ്പോൾ ഒരു നിലനിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം അത് തന്നെയാണ് പരിശോധിക്കുന്നത്. അത് തന്നെയാണ്
ഉണ്ടാകാൻ ഒരു സാഹചര്യവും ഉള്ളത്. കാരണം സമീപ സംസ്ഥാനങ്ങളായ ഹരിയാന ആകട്ടെ, പഞ്ചാബ് ആകട്ടെ, ഇവിടെയൊക്കെ ബ്ലാക്ക് ഔട്ട് സാഹചര്യമാണ് ഉള്ളത്. ജമ്മുവിലും തുടക്കത്തിൽ തന്നെ ബ്ലാക്ക് ഔട്ട് സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ആശങ്കയോടെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മത്സരം കൂടി മാറ്റിവെച്ച് കാണികളെ സ്റ്റേഡിയത്തിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുകയാണ് അരുണ. അതാണ് അതിർത്തിയിലെ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ധരംശാലയിലെ IPL മത്സരം നിർത്തിവെച്ചു. സ്റ്റേഡിയത്തിലെ ലൈറ്റുകളെല്ലാം അണച്ചിട്ടുണ്ട്. കാണികളെ സ്റ്റേഡിയത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. രുജേഷ് വി രവീന്ദ്രനാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകിയത്. ലിജോ ഉണ്ട്. ലിജോ, കൂടുതൽ വിമാനത്താവളങ്ങളിലും കനത്ത പരിശോധനയുണ്ട്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ സാഹചര്യം പരിഗണിക്കാൻ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? സാഹചര്യത്തിൽ 4 സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ 4 സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലകളിൽ പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഔട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇപ്പോൾ ആ 4 സംസ്ഥാനങ്ങളുടെ അതിർത്തി എന്നതിനപ്പുറത്തേക്ക് ചണ്ഡീഗഡ്, അത് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ്. ചണ്ഡീഗഡിലും ഇപ്പോൾ അപായ സൈറൺ മുഴക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കുറെ കൂടി അതിർത്തി കടന്നുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടക്കാനുള്ള സാഹചര്യം കൂടുതലാണ് എന്ന് ഈ ഘട്ടത്തിൽ ഇന്ത്യ കണക്കുകൂട്ടുന്നു, സൈന്യം കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത സൈന്യം കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള ഒരു പ്രകോപനം ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചാബിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും ജമ്മുവിലും ബ്ലാക്ക് ഔട്ടാണ്. അതോടൊപ്പം ഗുജറാത്തിൽ അപായ സൈറൺ മുഴക്കുന്നു പല മേഖലകളിലും. അതോടൊപ്പം ഇപ്പോൾ പഞ്ചാബിനും ഹരിയാനയ്ക്കും നടുവിലുള്ള, അതായത് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ ചണ്ഡീഗഡിലും ഇപ്പോൾ അപായ സൈറൺ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ കുറെ കൂടി ഒരു സംഘർഷഭരിതമായ ഒരു രാത്രിയിലേക്ക് കാര്യങ്ങൾ നീളുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 8:45 കൂടിയാണ് വലിയ തോതിൽ ഇപ്പോൾ ഈ മിസൈലുകൾ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയക്കുന്നത്. 8 മിസൈലുകൾ തകർത്തു എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. അതോടൊപ്പം തന്നെ 3 യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു. 50-ലധികം ഡ്രോണുകൾ തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ രാജ്യത്തിന് നേരെ വളരെ വലിയ തോതിലുള്ള പ്രകോപനം ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. യുദ്ധവിമാനങ്ങളും മിസൈലുകളും തകർത്തു എന്ന നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായും ഒരു പ്രതിരോധ സംവിധാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന് പൊരുതാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ഇനിയും അത്തരത്തിലുള്ള ആക്രമണം അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൈന്യം കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ തന്നെ ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തിരിച്ചടി എന്ന നിലയിലേക്ക് രാജ്യം മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാനമായി വ്യോമ മേഖലയിൽ നിന്നുള്ള ഈ ആക്രമണം നടക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ജയ്സാൽമീർ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ജമ്മുവിലെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് പൂഞ്ച് സെക്ടർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാർ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് ഇപ്പോൾ ഷെല്ലാക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത. അത്തരത്തിൽ ഷെല്ലാക്രമണങ്ങൾ രൂക്ഷമായ പല മേഖലകളിലും രൂക്ഷമാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരു തരത്തിലും രണ്ട് തരത്തിലുള്ള, അതായത് അമൃത്സറിൽ ബ്ലാക്ക് ഔട്ട് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പടിഞ്ഞാറൻ അതിർത്തിയുമായി ചേർന്ന് നിൽക്കുന്ന ഈ പടിഞ്ഞാറൻ അതിർത്തികളിലെല്ലാം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ജമ്മു, ശ്രീനഗർ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് എയർപ്ലെയിനുകൾ വരുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ന് പുലർച്ചെ 1 മണി മുതൽ ആരംഭിച്ച പാകിസ്ഥാന്റെ പ്രകോപനം അത് ഈ രാത്രിയും തുടരുകയാണ്. ജനവാസ മേഖലകൾ അടക്കം പലയിടത്തും കേന്ദ്രീകരിക്കപ്പെടുന്നു. അങ്ങനെ ഒരു സൈനിക യുദ്ധത്തിലേക്ക് 2 രാജ്യങ്ങളും കടന്നിരിക്കുന്നുവെന്ന് ഈ സമയം പറയാൻ കഴിയുമോ? ജയ്സാൽമീറിൽ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ജയ്സാൽമീറിൽ നിലവിലെ സാഹചര്യത്തിൽ 20 മിസൈലുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് പൂർണ്ണമായും നിർവീര്യമാക്കി എന്നുള്ള വാർത്തകളും വരുന്നു. പക്ഷെ അപ്പോഴും ജയ്സാൽമീർ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പടിഞ്ഞാറ് മേഖല എന്ന് പറയുമ്പോൾ പോലും ജമ്മു അല്ലെങ്കിൽ കശ്മീർ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചാബിന്റെ മേഖല അമൃത്സറൊക്കെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ഇന്നത് രാജസ്ഥാനിലേക്ക് കൂടി വരുന്നു എന്നുള്ളതാണ്. ആ 3 സംസ്ഥാനങ്ങളെയും കേന്ദ്രീകരിച്ച് ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ. രാജ്യത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു
എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് നോർത്തേൺ നോർത്തേൺ സംസ്ഥാനങ്ങളിലെ 27 വിമാനത്താവളങ്ങൾ അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 400-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് വ്യോമാക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കുറെ കൂടി രൂക്ഷമായി ഒരു സൈനിക ആക്രമണം അല്ലെങ്കിൽ ഒരു സൈനിക നടപടി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അവർ പ്രകോപനം കൂടുതൽ കനപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നേരെയോ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ തരത്തിലൊരു ആക്രമണത്തിലേക്ക് നിർബന്ധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സൈനിക ആക്രമണത്തിലേക്ക് ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നേർക്കുനേർ പോരാട്ടം എന്ന നിലയ്ക്ക് തന്നെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തുന്നു. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഒരു പൂർണ്ണാർത്ഥത്തിലൊരു യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ ഈ സിറ്റുവേഷനെ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ രാത്രിയിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ അത് വളരെ പരിമിതമായി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയൊക്കെ വളരെ പരിമിതമായി തുടങ്ങിയ ആ ആക്രമണ പരമ്പര ഇന്നിപ്പോൾ അതിന്റെ രൂക്ഷമായ തരത്തിലേക്ക് കുറെ കൂടി എവിഡന്റ് ആയി അത് നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി ഇതിനൊരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യയിലേക്ക് മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും അയക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യായീകരിക്കാൻ സ്വാഭാവികമായും ഇനിയിപ്പോൾ പാകിസ്ഥാന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ന്യായീകരണത്തിനപ്പുറത്തേക്കുള്ളൊരു മറുപടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രി സംയുക്ത സേനാ മേധാവി ചർച്ച നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. 3 സേനാ മേധാവികളും ഇപ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് കുറെ കൂടി ശക്തമായൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഭീതിതമായ തരത്തിൽ അല്ലെങ്കിൽ വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉടൻ തന്നെ യോഗം വിളിച്ച് എന്ത് തീരുമാനം, തുടർ നടപടി എങ്ങനെ വേണം, സൈനിക നീക്കം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ സംയുക്ത സൈനിക മേധാവിയുടെയും അതോടൊപ്പം തന്നെ 3 സൈനിക തലവന്മാരുടെയും യോഗം വിളിച്ചിരിക്കുന്നു. ആ യോഗത്തിന് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. അതിന് മുൻപ് തന്നെ ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നു വരുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ മിസൈലുകളെയും അതോടൊപ്പം തന്നെ ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും തകർക്കാൻ ഉള്ള പ്രതിരോധ സംവിധാനം ശക്തമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആകാശത്ത് യുദ്ധം നടക്കുന്നതിന് സമാനമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആളില്ലാ വിമാനങ്ങളും അതോടൊപ്പം തന്നെ മിസൈലുകളും അയച്ച് ഇന്ത്യക്കകത്ത് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മുവിലും അഖ്നൂരിലും കശ്മീരിലും സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. സാംബയിലും അമൃത്സറിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ടാണ്. BSFനോട് കൂടുതൽ കരുതിയിരിക്കാൻ ഇപ്പോൾ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആ മേഖല കേന്ദ്രീകരിച്ച് അതായത് കരയുദ്ധം എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ കരമാർഗം തന്നെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾക്ക് അടിസ്ഥാനത്തിൽ BSFനോട് കൂടുതൽ കരുതിയിരിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ ബഹുമുഖമായിട്ടുള്ള ഒരു ആക്രമണ പരമ്പരക്ക് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള തരയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനു മുൻപ് സാധാരണക്കാരായ ജനങ്ങളെ അതിർത്തി മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന്, അത് ജയ്സാൽമീറിലെയും അതോടൊപ്പം തന്നെ അമൃത്സറിലെയും അതോടൊപ്പം തന്നെ സ്വാഭാവികമായി അട്ടാരി മേഖല അടക്കമുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റേണ്ടതുണ്ട്. ജമ്മുവിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റേണ്ടതുണ്ട്. ആ തരത്തിലേക്ക് ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാന്റെ സംഘർഷം മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിവരിക്കാൻ കഴിയുന്നത്. ആ തരത്തിലേക്ക് അതിനെ കൊണ്ടുചെന്നെത്തിക്കാൻ പാകിസ്ഥാൻ ആ തരത്തിലേക്ക് അതിനെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ കണ്ടിരിക്കുന്ന ഇന്ന് വൈകുന്നേരം കണ്ട ഈ പ്രകോപനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെയ്തു.